നമ്മുടെ രഞ്ജിത്ത് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. രണ്ടും അടിക്കണ്ടേ? ന്യൂ ഇയറിന് ഒരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. അളയെ വേറെ ഒന്നും കൊണ്ടല്ല, എന്തായാലും നാച്ചു ലീവിന് വന്ന് അവന്റെ വീട്ടിൽ ഇത്തിരി വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോവുകയും ചെയ്യാം, വൃത്തിയാക്കുകയും ചെയ്യാം, കുറച്ച് സ്കോച്ച് ഓടിക്കാം. എന്താ ഞാൻ അടിക്കുന്നില്ല. നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഈ ആയ കാലത്ത് കുറെ കള്ളും കുടിച്ച് ഇങ്ങനെ അവരാധിച്ച് നടക്കുക. പക്ഷെ അതൊക്കെ തെറ്റാളിയാ. കാരണം എന്താ അറിയോ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവരൊക്കെ ഒരു ജോലി സാധ്യതയായി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന്റെ ആ ഒരു സമയത്ത് നമ്മളൊക്കെ കുറെ രോഗികളായിട്ട് ഇങ്ങനെ നടക്കും. ഇവർക്കൊക്കെ പഠിപ്പിന് പോകാനോ ജോലിക്ക് പോകാനോ സമയം കിട്ടത്തില്ല. നമ്മളെ എടുത്തോണ്ട് പോകാനേ ഇവർക്ക് സമയം കിട്ടത്തുള്ളൂ. നമ്മൾ കള്ള് കൂടി മാക്സിമം ഒഴിവാക്കുക. അത് തെറ്റാണ്. ഞാൻ ഒഴിവാക്കി. നിങ്ങൾ ആ ന്യൂ ഇയറിന് ശബ്ദം എടുത്തതല്ലേ അടിക്കത്തില്ലെന്ന്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്തുവാടാ സുബീഷ്, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? നമ്മൾ രണ്ടെണ്ണം അടിക്കുന്നു. സർവ്വസാധാരണോ? നിനക്കൊക്കെ നിന്റെ ജീവിതം പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ ജീവിതം വലുതറിയാം. നടക്കത്തില്ല. അപ്പൊ ഓക്കെ, വേണ്ട, ഒന്നും പറയണ്ട. കള്ള് കൂടി ഒഴിവാക്കി നിർത്തിക്കോ. ഇതൊക്കെ നിനക്കൊരു പാഠമായിക്കോട്ടെ. നമ്മുടെ യൗവനം പോടാ. യൗവനം 40-50 വയസ്സിലെ യൗവനം. അവൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. എന്തോ കാര്യം? നമ്മളെ യൗവനം നമ്മൾ തന്നെ നോക്കണ്ടത്. എന്തോ യൗവനം? അവൻ നിർത്തി, നമ്മൾ നിർത്തണം. പക്ഷെ രഞ്ജിത്ത് നമ്മളെ നോക്കിയോണ്ടിരിക്കുക. പാണ്ടി കൂടെ പോകണ്ടേ? ക്ലീനിങ് ആണെന്നോണ്ടിരിക്കുക. ഇപ്പൊ പോയാൽ നമ്മളും വരയ്ക്കണം. ഇപ്പൊ പോയാൽ നമ്മൾ വരയ്ക്കണം. 1 hour later. അതെ രഞ്ജിത്തേ,